സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡ് നേടിയ ദേവപ്രിയയ്ക്ക് സിപിഐഎം നിർമ്മിച്ച വീട് ഇന്നാണ് കൈമാറുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് വേഗതയുടെ രാജകുമാരിക്ക് ഓണസമ്മാനമായി വീടിന്റെ താക്കോൽ നൽകുന്നത്. 10 മാസം കൊണ്ടാണ് സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് ഈ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കിയത്. 2025 ഒക്ടോബറിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 38 വർഷത്തെ റെക്കോർഡ് ഭേദിച്ച കൊച്ചുമിടുക്കി ദേവപ്രിയയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മെഡലും സമ്മാനങ്ങളും സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കൊച്ചു വീട്. ഓട്ടക്കാരിക്ക് ഓണസമ്മാനമായി CPM നിർമ്മിച്ച മനോഹരമായ വീടാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗം ഓട്ട മത്സരത്തിൽ 38 വർഷത്തെ റെക്കോർഡാണ് ഇടുക്കി കാൽവരി മൗണ്ട് കൂട്ടക്കല്ല് സ്വദേശിനി ദേവപ്രിയ തകർത്തത്. തൻ്റെ മെഡലുകളും സമ്മാനങ്ങളും സൂക്ഷിക്കാൻ അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ആഗ്രഹമായിരുന്നു ദേവപ്രിയ അന്ന് പങ്കുവച്ചത്. ഇടുക്കി CPM ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. MV ഗോവിന്ദൻ മാസ്റ്റർ 10 മാസം മുൻപ് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം വിവിധ ബഹുജന സംഘടനകളുടെ സഹായത്തോടെ പൂർത്തിയാക്കി. ദേവപ്രിയയ്ക്ക് ഓണസമ്മാനമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീടിന്റെ താക്കോൽ ഇന്ന് കൈമാറും. 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടിന്റെ പണിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ 5 ലക്ഷത്തോളം വരുന്ന രൂപ ബിരിയാണി ചലഞ്ചിലൂടെ DYFI സംഘടന കണ്ടെത്തി. കേരള ബാങ്ക് ജീവനക്കാർ അവരുടേതായ പങ്കുവഹിച്ചു. വിദ്യാർത്ഥി സംഘടന എന്ന രൂപത്തിൽ SFIയുടെ ക്യാമ്പസുകളിലൂടെ അവർക്ക് കഴിയും സമാഹരിച്ചു. അതുപോലെ തന്നെ പാർട്ടി സഖാക്കൾ ആക്രി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തി എല്ലാമാണ് ഇതിനാവശ്യ പണം കണ്ടെത്തിയത്. ബാലൻസ് പണം കണ്ടെത്തുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കൾ അവരുടെ ഓരോരുത്തരുടെ സഹായത്തിന് ഭാഗമുണ്ടായി. കാൽവരി മൗണ്ടിൽ ഉൾപ്പെടുന്ന മനോഹരമായ വീടാണ് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി പൂർത്തിയാക്കിയത്. DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങി ബഹുജന സംഘടനകൾ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും കൈമാറി. നാടിന്റെ അഭിമാനമായ കായിക പ്രതിഭ ദേവപ്രിയയുടെ സ്വപ്നഭവനം കൈമാറുന്ന ചടങ്ങ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കൂട്ടക്കല്ല് ഗ്രാമം. കൈരളി ന്യൂസ്, ഇടുക്കി.